ഹായ്, ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന റവ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റവ ലഡു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഒരു 10 മിനിറ്റിന്റെ ഒരു കുക്കിംഗ് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ബ്രൗണിഷ് പരുവത്തിലേക്ക് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല. ഒരു ഗോൾഡൻ പരുവത്തിലേക്ക് ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങ് ഇത് മാറ്റി റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിനുശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് ഈ ഒരു കപ്പിന് ഞാൻ 1/4 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം 1.5 കപ്പ് റവയും 1/4 കപ്പ് ശർക്കരപ്പൊടിയും വന്നിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ശർക്കരപ്പൊടിക്കകത്തോട്ട് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ശർക്കരപ്പാനിയാക്കി എടുക്കുകയാണ്. ജസ്റ്റ് ഒരു ലോ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കരപ്പാനിയാക്കി എടുക്കാം. ഒത്തിരി അങ്ങ് ശർക്കരപ്പാനിയായിട്ട് ഞാനങ്ങ് കുറുക്കി എടുക്കുന്നില്ല. ഏകദേശം ഒരു മീഡിയം ലെവലിൽ മാത്രമേ ഒന്ന് പാനിയാക്കി എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കാഷ്യൂനട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ പരുവാകുമ്പോഴത്തേനും കാഷ്യൂനട്ടൊക്കെ മാറ്റുക. അതിനുശേഷം നമുക്ക് കിസ്മിസ് ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ കിസ്മിസ് എടുക്കണം, ഇത് കരിഞ്ഞു പോലെ. ഈ ഒരു പരുവത്തിലേക്ക് കിസ്മിസ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാനുള്ള മെയിൻ പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റവ കൂടെ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം ഇത് ഇളക്കി കൊടുത്താൽ മതി. ഇത് നമുക്ക് ഈ റവ നമുക്ക് പാത്രത്തിന് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോലെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുത്ത് റവയും ആ നെയ്യും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ആക്കി വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ശർക്കരപ്പാനി ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് മിക്സാക്കി ഇളക്കിയെടുക്കുക. ഇതുപോലെ മിക്സാക്കി ഇളക്കിയെടുക്കുക. അപ്പൊ നമുക്കൊരു അരിപ്പ് വെച്ചതിന് ശേഷം മാത്രമേ ഈ ശർക്കരപ്പാനി ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ശർക്കരപ്പാനിക്കകത്ത് എന്തെങ്കിലും വേസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ആയി കിട്ടും, മാറി കിട്ടും. അപ്പൊ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പൊ ഇത് 1/4 കപ്പ് ശർക്കരപ്പൊടി ചേർത്തേക്കുന്നത് അതിനുള്ള പാനി ഈ ഒരു അളവിലുള്ള റവയ്ക്ക് കറക്റ്റ് തന്നെയായിരുന്നു. ഇതുപോലെ മിക്സാക്കി എടുക്കുക. ഈ ഒരു പരുവത്തിലോട്ട് ആക്കി എടുക്കുക. ഒത്തിരി വെള്ളം ഒത്തിരി കൂടിപ്പോയാൽ ഈ ഒരു പരുവത്തിലേക്ക് എടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് ഗ്യാസ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ പാലൂടെ ഞാനൊരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിരുന്നു. 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ മിക്സ് ആക്കി ഇളക്കി എടുക്കുക. പാൽ ഒത്തിരി കൂടി പോകണ്ട, കാരണം നമുക്കിത് ജസ്റ്റ് ഉരുട്ടിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഒത്തിരി ലൂസായി പോകല്ലേ പാല് ഒഴിക്കുമ്പോൾ. ഈ ഒരു പരുവത്തിൽ മാത്രമേ ഒഴിക്കാവൂ. അത് അറിയാമല്ലോ, നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള പാല് മാത്രം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ യോജിപ്പിച്ച് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ മാത്രമേ കിട്ടാവൂ. അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കുക. ഇതുപോലെ തന്നെ ഏകദേശം ചൂടാറിയതിനു ശേഷം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഏകദേശം ഇളം ചൂടോടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് ഓരോരോ ഉരുളയാക്കി ഇതുപോലെ ഇച്ചിരി ഒന്ന് പ്രസ് ചെയ്ത് നല്ല കട്ടിക്ക് തന്നെ ഉരുട്ടിയെടുക്കുക. ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക. ഓരോരോ ബോളായിട്ട് ഇതുപോലെ ലഡുവിൻ്റെ ഷേപ്പിൽ തന്നെ ഉരുട്ടിയെടുക്കുക. അപ്പം നമുക്കിത് ഉരുട്ടി എടുത്ത് വെച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ശർക്കരയും കാര്യങ്ങളും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി നല്ലതായിട്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയാണ്. ഏകദേശം 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്താൽ വെക്കുക. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഉറപ്പായിട്ടും ഇതേ രീതിയിൽ തന്നെ അതുകൊണ്ട് ഉണ്ടായി പോകുക. നമുക്ക് എളുപ്പമാണ്, 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെയുള്ളൊരു ഐറ്റമാണ്. പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. കാരണം റവ, ശർക്കര, നെയ്യ്, പാല് ഇതൊക്കെയാണ് നമ്മളത് മിക്സാക്കി ചേർത്തിരിക്കുന്നത്. അപ്പം ഉറപ്പായിട്ടും നിങ്ങൾ കുക്ക് ചെയ്ത് നോക്കിയതിനു ശേഷം അതിന് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ 4 മണിക്കൊക്കെ വരാൻ നേരമൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റുന്നതായിട്ടാണ്. മാക്സിമം ഒരു 10 മിനിറ്റ്. ഞാൻ ഏകദേശം ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് മാത്രമേ എടുത്തുള്ളായിരുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനിയും
പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. താങ്ക്